ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പൊ റീസെന്റ് ആയിട്ട് റിലീസ് ആയിട്ടുള്ള കട്ടഗുസ്തി 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവിയാണ്. അപ്പൊ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് വീഡിയോസിന് എല്ലാവരും ഒരു ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ. മൂവിയുടെ തുടക്കം തന്നെ നമ്മുടെ ഹീറോ ആയിട്ടുള്ള വീരൻ അവന്റെ ഭാര്യയായിട്ടുള്ള കീർത്തിക്ക് ഒരു പ്രോമിസ് ചെയ്തു കൊടുക്കുന്നതാണ്. അവളെ പുതിയൊരു മാരിക്കോമാക്കാന്ന്. കീർത്തി ഒരു റെസ്ലർ ആണ്, പക്ഷെ അവൾ ഇപ്പൊ പ്രസവിച്ചിരിക്കുകയാണ്. ഈ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് അവൾക്ക് ഫൈറ്റിനൊന്നും പോകാൻ പറ്റില്ലല്ലോ. അതിന്റെ ആ ഒരു വിഷമം അവള് പറയുമ്പോഴാണ് ഉറപ്പായിട്ടും നിന്നെ ഞാനൊരു ചാമ്പ്യൻ ആക്കിയിരിക്കുമെന്ന് അവൻ പ്രോമിസ് ചെയ്യുന്നത്. അവനൊരു ഹൗസ് ഹസ്ബൻഡ് ആയിരുന്നു. രാവിലെ വെള്ളം എടുക്കല്, കുക്കിങ്, കുട്ടിയെ ഒരുക്കി സ്കൂളിലേക്ക് കൊണ്ടുപോകല്, ഈ എല്ലാ പണിയും ചെയ്തിരുന്നത് വീരൻ തന്നെയാണ്. അവൻക്ക് അവന്റെ മോളെന്ന് വെച്ചാൽ ജീവനായിരുന്നു. അതുപോലെ തന്നെ ഒരു മോളായിട്ടുള്ള മതിക്കും തന്റെ അച്ഛന് അത്രത്തോളം ഇഷ്ടമാണ്. അപ്പുറത്തെ വീട്ടിലെ ഒരു TTR ആയിട്ടുള്ള ആളാണ് പാർത്ഥവൻ. പാർത്ഥവൻ ഇപ്പൊ പുതിയതായിട്ട് കല്യാണം കഴിച്ചേക്കാണ്. അതുകൊണ്ട് തന്നെ തന്റെ ഭാര്യ ഓപ്പോസിറ്റ് ഉള്ള ആ ഒരു വീരനുമായിട്ട് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടോന്ന് അയാൾക്ക് വലിയ ഡൗട്ടായിരുന്നു. കാരണം വീരൻ എല്ലാവരോടും നല്ല കമ്പനി ആയിട്ട് നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അയാള് വീരൻ ഇങ്ങനെ ഓരോ ചീത്ത പറയുന്നുണ്ടെങ്കിലും വീരൻ അത് മൈൻഡ് ചെയ്യാതെ കുട്ടിയെ സ്കൂളിലേക്ക് കൊണ്ടുപോയി ആക്കാണ്. എല്ലാ ദിവസവും മതിയെ ലേറ്റ് ആയിട്ടാണ് അവന് സ്കൂളിൽ കൊണ്ടുപോയി ആക്കാറ്. അതുകൊണ്ട് തന്നെ ടീച്ചർ അടുത്ത് നിന്ന് ഒരുപാട് വഴക്കും കേൾക്കുന്നുണ്ട്. അന്ന് PTA മീറ്റിംഗ് ആയിരുന്നു. എന്നാൽ തനിക്ക് റെസ്ലിംഗ് മാച്ച് ഉണ്ടെന്നും അതുകൊണ്ട് പോകണമെന്നും വീരൻ പറയുന്നുണ്ടെങ്കിലും ടീച്ചർ ഇത് അറ്റൻഡ് ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറയാണ്. മതി ഒട്ടും തന്നെ പഠിക്കാത്തൊരു കുട്ടിയായിരുന്നു. അവൾ ഒട്ടും തന്നെ പഠിക്കുന്നുമില്ല. പോരാത്തതിന് അവൾ ഭയങ്കര ടോക്കറ്റീവ് ആണ്. ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ ഏതു നേരം വർത്താനം പറഞ്ഞിരിക്കും. ഈ ടീച്ചർ പരാതി പോലെ അച്ഛനോട് അത് പറയുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. കുട്ടികളല്ലേ, അതൊന്നും കുഴപ്പമില്ല എന്നുള്ള മൈൻഡ് ആയിരുന്നു അവൻക്ക്. റെസ്ലിംഗ് മാച്ച് ഉണ്ടെന്ന് പറഞ്ഞ് അവൻ വേഗം തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും വിചാരിക്കും അവൻ കാണിയ ഒരു റെസ്ലിംഗ് മാച്ച് ഉള്ളതെന്ന്. എന്നായല്ല, അവന്റെ ഭാര്യയായിരുന്നു ഒരു റെസ്ലർ. അവളുടെ മാച്ച് കാണാനായിട്ടാണ് അവൻ ഇപ്പൊ പോകുന്നത്. അവന്റെ ഭാര്യയാണ് കീർത്തി. അടിപൊളി ഗുസ്തിക്കാരി തന്നെയാണ്. ഏതൊരു മാച്ചിൽ അവൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും അവൾ ഫസ്റ്റ് വാങ്ങിയിരിക്കും. അതിന്റെ ഏക മോട്ടിവേഷൻ അവളുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള വീരൻ തന്നെയായിരുന്നു. വീരൻ ആ ഒരു മാച്ച് കാണാൻ എത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കീർത്തി അതിൽ വിജയിച്ചിരിക്കും. അങ്ങനെ കീർത്തി അതിൽ വിജയിക്കുന്നുമുണ്ട്. കീർത്തിയുടെ കോച്ചാണ് ഇയാളെങ്കിലും കീർത്തി ജയിച്ചതില് അയാൾക്ക് എന്തോ ഇഷ്ടമില്ലാത്ത പോലെയാണ് മുഖഭാവം വെച്ചിരിക്കുന്നത്. കീർത്തി ജയിച്ചു എന്ന് പറഞ്ഞ് അവളെ വന്ന് പ്രശംസിക്കുന്നുണ്ടെങ്കിലും അവൻ ഭയങ്കര ദേഷ്യത്തോടു കൂടിയാണ് അവിടെ നിന്ന് പോകുന്നത്. വീരൻ ഇപ്പൊ അവന്റെ അത്ത കോൾ ചെയ്യുന്നുണ്ട്. വീട്ടിലെന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് അവിടേക്ക് വരണമെന്നും ആവശ്യപ്പെടാണ്. അവൻ എല്ലാ ദിവസവും വൈകിട്ട് ഫ്ലാറ്റിലുള്ള എല്ലാവർക്കും സൂംബ ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു, ലേഡീസിന്. അതുകൊണ്ട് തന്നെ അവരുടെ ഹസ്ബൻഡ്സിനൊക്കെ അത് വലിയ ദേഷ്യമായിരുന്നു. അവൻ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് തുരത്തണമെന്ന് അവരെല്ലാവരും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. പോരാത്തതിന് ആ പാർത്ഥിബന്റെ വൈഫായിട്ട് ഇവനാണെന്ന് വെച്ചാൽ കൂടുതൽ അറ്റാച്ച്മെന്റുമാണ്. അന്ന് രാത്രി കീർത്തിയായിട്ട് അറ്റാച്ച്ഡ് ആവാൻ വേണ്ടി അവൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കീർത്തിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. കാരണം അവള് റെസ്ലിംഗ് മാച്ചില് ടൂർണമെന്റ് കളിക്കാൻ പോകാനിരിക്കുമ്പോഴാണ് അവള് പ്രഗ്നന്റ് ആയി പിന്നീട് ടൂർണമെന്റ് കളിക്കാൻ പോകാൻ പറ്റാതായത്. അതുകൊണ്ട് ഇനി എന്തായാലും കോമ്പറ്റീഷനിൽ ജയിക്കാതെ കുട്ടികളുടെ കാര്യത്തിൽ ഒന്നും ആവില്ല എന്നാണ് അവള് പറയുന്നത്. മതിക്ക് പക്ഷെ തനിക്കൊരു അനിയനെ കൂടി വേണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അച്ഛനോട് അവള് പ്രോമിസ് ചെയ്യിപ്പിക്കുന്നുണ്ട് അനിയനെ കൂടി വേണമെന്ന്. എന്നാൽ അച്ഛൻ പ്രോമിസ് ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല, പ്രോമിസ് ഒന്നും ചെയ്യുന്നില്ല. പരമാവധി ഞാൻ ശ്രമിക്കാന്ന് മാത്രമാണ് അവൻ പറയുന്നത്. വീരന്റെ അമ്മാവിന്റെ വീട്ടിൽ ആ ഒരു ഫംഗ്ഷന് വീരൻ പോകുന്നുണ്ട്. അമ്മാവൻ അവനോട് 15 വർഷമായിട്ട് മിണ്ടുന്നില്ലായിരുന്നു. കാരണം അമ്മാവന് ഒരു തലക്കനുള്ള ആളാണ്. ആണുങ്ങൾ എപ്പോഴും മുൻപന്തിയിൽ ഇരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യൻ. അതുകൊണ്ട് വീരൻ തന്റെ ഭാര്യക്ക് അടിമയായി നിൽക്കുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ പാരമ്പര്യത്തെ കുറച്ച് കാണുന്നെന്നും പറഞ്ഞ് വീരനോട് അമ്മാവൻ മിണ്ടാറില്ലായിരുന്നു. മതിയോട് അമ്മയെ പറ്റി ചോദിക്കുമ്പോൾ അമ്മ ഒരു റെസ്ലർ ആണെന്നും അച്ഛനെ പറ്റി ചോദിക്കുമ്പോൾ അച്ഛൻ ഹൗസ് ഹസ്ബൻഡ് ആണെന്നാണ് അവള് പറയാറുള്ളത്. അത് കേട്ട് ആ ഒരു അമ്മാവന് ദേഷ്യം വരുന്നുണ്ട്. നിന്റെ അച്ഛൻ ഹൗസ് ഹസ്ബൻഡ് ഒന്നല്ല, നിന്റെ അച്ഛൻ ഒരു മാച്ചിൽ ജയിച്ചിട്ടുണ്ട്, അവനും ഒരു റെസ്ലർ തന്നെയാണെന്ന് ആ ഒരു അമ്മാവൻ മതിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കീർത്തി ഒരു മാച്ചിൽ ജയിച്ചതുകൊണ്ട് തന്നെ അവൾക്ക് മിനിസ്റ്റർ അവാർഡ് കൊടുക്കാണ്. കീർത്തി എന്ന് പറഞ്ഞാല് ആ കോച്ചിന്റെ സ്റ്റുഡന്റ് ആയിരുന്നല്ലോ. കോച്ചിനും ഇപ്പൊ അവാർഡ് കിട്ടുമെന്ന് കോച്ച് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാളുടെ ഫാമിലിയും കൂട്ടിക്കൊണ്ടാണ് അവിടേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ മിനിസ്റ്റർ ആണുങ്ങൾക്ക് ഒരു തരി പോലും വില കൊടുക്കാതെ കീർത്തിയെ മാത്രം പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീട്ടുകാരുടെ മുന്നിൽ ആ ഒരു കോച്ച് വല്ലാതെ നാണം കെടുന്നുണ്ട്. പത്രക്കാരെല്ലാവരും വന്ന് കീർത്തിയെ ചോദ്യം ചെയ്യുമ്പോൾ അവളുടെ വിജയത്തിന് പിന്നിൽ ഒരാളാണെന്നും പറഞ്ഞ് അവൾ ആ ഒരു കോച്ചിനെ നോക്കുന്നത് പോലെയാണ് കോച്ചിന് തോന്നിയത്. കോച്ച് എണീറ്റ് നിൽക്കുന്നുണ്ടെങ്കിലും അവള് തന്റെ ഭർത്താവായിട്ടുള്ള വീരനെയാണ് അവിടേക്ക് വിളിച്ച് എന്റെ എല്ലാ വിജയത്തിനും പിന്നില് എന്റെ ഭർത്താവാണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടുകാരുടെ മുന്നിൽ വീണ്ടും കോച്ച് നാണം കെടുന്നുണ്ട്. അന്ന് രാത്രി ഭാര്യ അവനെ ഒരുപാട് ചീത്ത പറയാണ്. നിങ്ങൾക്ക് ശേഷം വന്നവളാണ് അവളെന്നും അവളിപ്പോ കേറി പോകാണ്, നിങ്ങൾ ഇപ്പോഴും ആ ഒരു പൊസിഷനിൽ തന്നെയാണ് ഉള്ളത്, ഇങ്ങനെ തന്നെ മരിച്ചോളാനായിട്ട് അവള് ഭയങ്കര നാണം കെടുത്തുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഇതെല്ലാം
ഇതെല്ലാം പറയുന്നത് കോച്ചിന്റെ മകനായിട്ടുള്ള ആ ഒരു കുട്ടിയും കേൾക്കുന്നുണ്ടായിരുന്നു. തന്റെ മകന്റെ മുന്നിൽ ആ ഒരു കോച്ച് ആകെ നാണം കെടുന്നുണ്ട്. പിറ്റേ ദിവസം മതിയുടെ ക്ലാസ് ടീച്ചർ ചേഞ്ച് ആവുന്നുണ്ട്. കേരളത്തിൽ നിന്ന് വന്ന മീനു എന്ന് പറഞ്ഞ ഒരുപാട് മുടിയുള്ള പെണ്ണാണ് ഇപ്പൊ അവളുടെ ക്ലാസ് ടീച്ചർ ആയിട്ടുള്ളത്. മതിക്ക് ഈ ക്ലാസ് ടീച്ചർ ഒരുപാട് ഇഷ്ടപ്പെടുന്നുമുണ്ട്. ടീച്ചർ ചോദിച്ചതനുസരിച്ച് മതി തന്റെ അമ്മ ഒരു റെസ്ലർ ആണെന്ന്, അമ്മാവ് പറഞ്ഞതല്ലേ അച്ഛനും ഒരു റെസ്ലർ ആണെന്ന്, അതുകൊണ്ട് അച്ഛനും ഒരു റെസ്ലർ ആണെന്ന് മതി പറയുന്നുണ്ടെങ്കിലും ബാക്കി കുട്ടികളെല്ലാവരും അവളുടെ അച്ഛനൊരു ഹൗസ് ഹസ്ബൻഡ് ആണെന്നും പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്നുണ്ട്. ഈ ദേഷ്യത്തിലെ മതി ആ ഒരു കുട്ടികളെ എല്ലാവരെയും അടിക്കാണ്. ആ കംപ്ലൈന്റ് പ്രിൻസിപ്പളിന് കിട്ടുകയും പ്രിൻസിപ്പള് മതിയുടെ അച്ഛനായിട്ടുള്ള വീരനെ വിളിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണ് മീനുവിനെ ആദ്യമായിട്ട് വീരൻ കാണുന്നത്. വീരന് മുടിയുള്ള പെണ്ണുങ്ങളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ആ ഒരു ടീച്ചറോട് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. പ്രിൻസിപ്പൾ അപ്പൊ കാര്യത്തിലേക്ക് വരാനായിട്ട് അവനോട് പറയുന്നുണ്ട്. തന്റെ മകളെ ഒരു തരി പോലും വഴക്ക് പറയാതെയാണ് ആ ഒരു അച്ഛൻ കൊഞ്ചിച്ച് ലാളിച്ച് വളർത്തിയിരുന്നത്. പ്രിൻസിപ്പൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു കുട്ടിയെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് TC വാങ്ങി കൊടുക്കാനായിട്ട് പോകാണ്. ആ സമയത്ത് പുറത്ത് സ്കൂൾ ബസ് ഡ്രൈവറോട് കുറച്ച് ആൾക്കാര് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അവരെ എല്ലാവരെയും വീരൻ പോയി അടിച്ച് പ്രിൻസിപ്പളിനെ രക്ഷിച്ചുകൊണ്ട് തന്നെ അവളുടെ TC വാങ്ങിക്കുന്നില്ല. കുട്ടികളുടെ മുന്നിൽ മതിക്ക് ഒരു നല്ല പേരാവുന്നുണ്ട്. മീനു ടീച്ചർക്കും അവനോടൊരു മതിപ്പ് തോന്നാണ്. നിങ്ങൾ ഹൗസ് ഹസ്ബൻഡ് ഒന്നല്ല, നിങ്ങൾ ശരിക്കും ഒരു റെസ്ലർ ആണെന്ന് മീന് പറയുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു തല്ലുണ്ടാക്കിയതിന്റെ പേരില് അന്ന് രാത്രി കീർത്തി അവരെ രണ്ടുപേരെയും ഒരുപാട് ചീത്ത പറയാണ്. അമ്മാവൻ പറഞ്ഞിട്ടാണ് താൻ എന്റെ അച്ഛൻ ഒരു റെസ്ലർ ആണെന്ന് പറഞ്ഞതെന്ന് മതി അവിടെ പറയുമ്പോ ആ ഒരു അമ്മാവനെ കീർത്തിക്കും വലിയ ദേഷ്യമായിരുന്നു. അയാൾ പറയുന്നതൊന്നും കേൾക്കരുതെന്നും ഈഗോ പിടിച്ച ഒരു മനുഷ്യനാണെന്നും അവള് പറയുന്നുണ്ട്. പാർത്ഥിപന്റെ ഭാര്യക്ക് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നതെല്ലാം വീരനായിരുന്നു. അത് പാർത്ഥിപന് വലിയ ഇഷ്ടമല്ലായിരുന്നു. ആ ഒരു ദേഷ്യം തീർക്കാനായി ഇവൻ ഈ ഒരു വീട്ടുജോലികളെല്ലാം ചെയ്യുന്നത് പാർത്ഥിപൻ വീഡിയോ ആയി ഷൂട്ട് ചെയ്ത് ഹൗസ് ഹസ്ബൻഡ് എന്നൊരു ചാനൽ തുടങ്ങി അതിൽ ഇടാനായിട്ട് തുടങ്ങാണ്. ആ വീഡിയോസ് എല്ലാം വല്ലാതെ വൈറൽ ആവുന്നുമുണ്ട്. ഹൗസ് ഹസ്ബൻഡ് എന്നുള്ള പേരില് ഇപ്പോ വീരൻ വല്ലാതെ ഫേമസ് ആവാണ്. അവനക്ക് അറിയുന്നില്ലായിരുന്നു ആരാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് തന്നെ അവൻ വലിയ ഫേമസ് ആയി. അവൻ ഇന്റർവ്യൂ ചെയ്യാനായി ആൾക്കാർ വരുന്നുണ്ട്. അവനക്ക് കുറെ പ്രൊമോഷൻ വീഡിയോസ് എല്ലാം കിട്ടുന്നുണ്ട്. ഈ സമയം കോച്ച് തന്റെ വേറൊരു സ്റ്റുഡന്റിനെ വിളിച്ച് കീർത്തിയെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം എന്നുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കോയമ്പത്തൂർ വെച്ച് ഒരു ടൂർണമെന്റ് നടക്കുന്നുണ്ട്. ആ ടൂർണമെന്റിൽ വിജയിക്കുന്ന ആൾക്കാർക്ക് ഡൽഹിയിൽ നടക്കുന്ന നാഷണൽ ടൂർണമെന്റിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. കീർത്തിയെ വെട്ടിച്ച് നീ അതിൽ കയറണമെന്ന് കോച്ച് അവളെ മോട്ടിവേറ്റ് ചെയ്യാണ്. അതിനുള്ള പരിപാടി ഞാൻ നോക്കിക്കോളാമെന്നും കോച്ച് പറയുന്നുണ്ട്. മതിയെ സ്കൂളിലേക്ക് ആക്കാൻ വന്ന വീരൻ ഇപ്പോഴാണ് മീനു ടീച്ചറുടെ മുടി ശ്രദ്ധിക്കുന്നത്. മീനു ടീച്ചറോട് അവൻക്ക് ആദ്യമേ ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് നന്നായി തന്നെ ഒളിപ്പിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുടി ഒറിജിനൽ ആണോ എന്ന് അറിയാൻ വേണ്ടി വലിച്ചു നോക്കുന്നുമുണ്ട്. തന്റെ ഭാര്യ വെപ്പുമുടി വെച്ചിട്ടായിരുന്നല്ലോ അവനെ ആദ്യത്തെ ഘട്ടത്തിൽ പറ്റിച്ചിരുന്നത്. അതുകൊണ്ടാണ് എല്ലാവരുടെയും മുടിയോട് അവനക്ക് സംശയം ഉണ്ടായിരുന്നത്. അന്ന് രാത്രി തന്റെ അമ്മ മലയാളം പറയുന്നത് കേട്ട മതിയും അമ്മ ഒരു മലയാളിയാണെന്നും അച്ഛനാണ് ഒരു തമിഴനെന്നും അറിയുന്നത്. അപ്പൊ പിന്നെ അച്ഛൻ എന്തിനാ ആ ടീച്ചറോട് മാത്രം മലയാളം പറയാൻ ശ്രമിക്കുന്നതെന്ന് മതി ചോദിക്കുന്നുണ്ട്. ആ ടീച്ചർ കാണാൻ എങ്ങനെയാണെന്നും അവൾക്ക് ഇത്രയും മുടി ഉണ്ടോന്നൊക്കെ കീർത്തി അപ്പൊ ചോദിച്ചറിയാണ്. കാരണം മുടിയുള്ള ആൾക്കാരോട് കൂടുതൽ അട്രാക്ഷൻ തന്റെ ഭർത്താവിന് ഉണ്ടെന്നുള്ള കാര്യം കീർത്തിക്ക് അറിയാമായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ ദേഷ്യം കീർത്തി ഇപ്പോ വീരനോട് കാണിക്കുന്നുമുണ്ട്. പിറ്റേ ദിവസം ഈ ഒരു പേടി കൊണ്ട് തന്നെ കീർത്തി തന്റെ മകളെ അവളാണ് സ്കൂളിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യുന്നത്. കീർത്തി ഇപ്പൊ സ്കൂളിലേക്ക് വന്നത് തന്നെ ആ ഒരു ടീച്ചറെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ടീച്ചർ അങ്ങനെ കാണുന്നുമുണ്ട്. ടീച്ചറോട് വലിയ ദേഷ്യത്തിലാണ് അവൾ അവിടെ നിന്ന് പോകുന്നതും. കോച്ച് ഇപ്പൊ ആ ഒരു പെൺകുട്ടിയെ നന്നായി തന്നെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട് വരുന്ന ടൂർണമെന്റിൽ വിജയിക്കാനായിട്ട്. ആനുവൽ ഡേയുടെ ദിവസം ഒരുപാട് കുട്ടികൾക്ക് സ്പോർട്സിൽ പ്രൈസ് എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷെ മതിക്ക് മാത്രം സ്പോർട്സിൽ ഒരു പ്രൈസും കിട്ടിയില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കായിരുന്നു കീർത്തി. ഇപ്പോ ആ സമയത്ത് മതി അവിടേക്ക് വന്ന് ഡാൻസ് ചെയ്യുന്നുണ്ട്. ഇത് കീർത്തിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഒരു റെസ്ലർ ചാമ്പ്യന്റെ മകളായിട്ടുള്ള പെണ്ണ് ഒരു സ്പോർട്സിൽ പോലും ഇല്ലല്ലോ എന്ന് ആലോചിച്ച് അവള് അച്ഛനെയും മകളെയും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് പ്രിൻസിപ്പൾ അവിടേക്ക് വരുന്നുണ്ട്. മതി പഠിക്കാത്ത കാര്യങ്ങളെല്ലാം പ്രിൻസിപ്പള് കീർത്തിയോട് പറയാണ്. കീർത്തി അപ്പോഴാണ് മതി അത്രയും മോശം സ്റ്റുഡന്റ് ആണെന്നുള്ള കാര്യം അറിയുന്നത്. അവൾക്ക് നല്ല പോലെ ദേഷ്യം വരുന്നുണ്ട്. ഇനി മുതൽ മതിയുടെ കാര്യങ്ങളെല്ലാം കീർത്തി നോക്കാം എന്ന് പറയുന്നുണ്ട്. പിറ്റേ ദിവസം അവൾ അമ്മാവനെ വിളിച്ചു വരുത്തി മതി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അപ്പാപ്പ അപ്ഡേറ്റ് ചെയ്യണമെന്ന് അമ്മാവനോട് പറയാണ്. അന്ന് തന്നെ അവളെ കോച്ചിങ് സെന്ററിൽ കൊണ്ടുപോയി ആക്കുന്നുണ്ട് റെസ്ലിംഗ് പഠിക്കാനായിട്ട്. മതിക്ക് ഒട്ടും തന്നെ അതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. രാവിലെ തന്നെ എണീറ്റ് അവൾ ആ ഒരു കോച്ചിങ് സെന്ററിൽ കൊണ്ടുപോയി ആക്കുമായിരുന്നു. അവൾ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നുണ്ടായിരുന്നില്ല. അവളുടെ കാലും കൈയും ഒക്കെ വേദനിക്കാനായിട്ട് തുടങ്ങാണ്. സ്കൂളിൽ ഇപ്പോൾ അവൾ വന്ന് ഉറങ്ങാനായിട്ട് തുടങ്ങാണ്. അവൾക്ക് ഈ ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഇല്ലാഞ്ഞിട്ട് പോലും കീർത്തി അവളെ അത് ചെയ്യാനായിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടു നിൽക്കാനായിട്ട് വീരന്
പറ്റുന്നുണ്ടായിരുന്നില്ല. തന്റെ കുട്ടിക്ക് അസുഖം വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ വീരൻ കീർത്തിയോട് ചെന്ന് സംസാരിക്കാണ്. ഇതുപോലെ ഒന്നും ചെയ്യരുത്, അവൾക്ക് ഇഷ്ടമുള്ളത് അവള് ചെയ്തോട്ടെ, നീ എന്തിനാണ് അവളെ നിർബന്ധിച്ച് റെസ്ലിംഗ് പഠിപ്പിക്കുന്നതെന്നെല്ലാം വീരൻ കീർത്തിയോട് ചോദിക്കുന്നുണ്ട്. അത് പറഞ്ഞ് രണ്ടുപേരും അവിടെ വഴക്കാവാണ്. കുട്ടിയെ എങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ അവളും നിന്നെ പോലെ ആകുമെന്ന് കീർത്തി ഒരു വർത്താനം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീരനും സങ്കടം തോന്നാണ്. ഇതെല്ലാം കോച്ച് കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീരനെ മാറ്റി നിർത്തിക്കൊണ്ട് അവൻ സംസാരിക്കുന്നുണ്ട്. ഇപ്പോഴായി പിന്നെ കീർത്തിക്ക് വലിയ ദേഷ്യമാണെന്നും മകളോട് പോലും മര്യാദക്ക് സംസാരിക്കുന്നില്ല എന്നും കോച്ചിനോട് വീരൻ പറയാണ്. ഈ സ്പോർട്സിലുള്ളവർക്കെല്ലാം ഇതുപോലെ സ്ട്രെസ് ഉണ്ടാവും, അതാണ് അവരുടെ ഭാവി തന്നെ ഇല്ലാതാക്കുന്നത്. കീർത്തി സ്പോർട്സിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് റെസ്ലിംഗില് ചാമ്പ്യൻ ആകണം എന്നുണ്ടെങ്കിൽ അവളുടെ സ്ട്രെസ് കുറയ്ക്കണം, അല്ലെങ്കിൽ അതിൽ അവൾ തോറ്റുപോകും. അതുകൊണ്ട് അവളെ ഒരു കൗൺസിലിങ്ങിന് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് കോച്ച് അവനെ ഉപദേശിക്കുകയാണ്. കോച്ച് പറഞ്ഞതനുസരിച്ച് അവളുടെ ദേഷ്യം മാറ്റാനായി വീരൻ അവളെയും കൂട്ടിക്കൊണ്ട് ഒരു കൗൺസിലറെ പോയി കാണുന്നുണ്ടെങ്കിലും അവിടെയുള്ള എല്ലാവരെയും അവൾ അടിച്ചിടാണ്. ഇതിന്റെ പേരിൽ അന്ന് രാത്രി അവര് രണ്ടുപേരും വീണ്ടും തല്ലാവുന്നുണ്ട്. ഈ കാര്യം കോച്ചിനായിട്ട് അവൻ ഡിസ്കസ് ചെയ്യാണ്. കോച്ച് അപ്പോ ഒരു ആയുർവേദിക് ഡോക്ടറെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അയാൾ ഒരു മരുന്ന് കൊടുക്കുന്നുണ്ട്. ആ ഒരു മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ കീർത്തിയുടെ ദേഷ്യം മുഴുവൻ മാറുമെന്നാണ് ആ ഒരു ഡോക്ടർ പറയുന്നത്. വീരനും അത് വിശ്വസിക്കുകയാണ്. അവൾ കഴിക്കുന്ന ഫുഡിലോ ജ്യൂസിലോ പാലിലോ അവൾ അറിയാതെ അത് കലർത്തി കൊടുക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ അവൾ കഴിക്കുന്ന ഫുഡിലും പാലിലും ഒക്കെ വീരൻ അത് കലർത്തി കൊടുക്കുന്നുണ്ട്. അവൾക്ക് പിന്നീട് ക്ഷീണം തോന്നാണ്. പാലിന്റെ ചൊവ്വയിൽ വ്യത്യാസം അവൾക്ക് തോന്നുന്നുണ്ടെങ്കിലും ഓർഗാനിക് ഷുഗർ ആണെന്ന് പറഞ്ഞ് വീരൻ അത് സമാധാനിപ്പിക്കുകയാണ്. ഓരോ ദിവസം കൂടുന്തോറും ഇപ്പോ കീർത്തിയുടെ ക്ഷീണം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു ദിവസം പാലിൽ അത് കലർത്തുന്നത് കീർത്തിയുടെ അമ്മാവൻ കാണേം അതെന്താണെന്ന് ചോദിക്കുമ്പോ ലൂസ് മോഷൻ ഉള്ള മരുന്നാണ്, അത് എനിക്ക് വേണ്ടിയിട്ടാണെന്ന് വീരൻ പറയാണ് ചെയ്തത്. കീർത്തിക്ക് ഇപ്പോ പ്രാക്ടീസ് ഒന്നും മര്യാദക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കോമ്പറ്റീഷനിലും അവൾ ഇപ്പൊ തോറ്റുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം കിച്ചണില് ആ ഒരു പൊടി ഇരിക്കുന്നത് കീർത്തിയും ശ്രദ്ധിക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിക്കുമ്പോ മതിക്ക് ഇടയ്ക്കിടയ്ക്ക് അസുഖം വരുന്നത് കൊണ്ട് അവൾക്ക് ഇമ്മ്യൂണിറ്റിക്കുള്ള മരുന്നാണെന്നാണ് വീരൻ അവളോട് പറയുന്നത്. കീർത്തിയും മതിയും ഇപ്പൊ സന്തോഷിച്ച് ചിരിച്ചു കളിച്ചിരിക്കുന്നത് കണ്ട് വീരൻ വിചാരിക്കുന്നത് ആ ഒരു മരുന്നിന്റെ എഫക്റ്റ് ആണ് അതെന്നാണ്. അത് അപ്പാപ്പ വിളിച്ച് അത് കോച്ചിനെ അറിയിക്കുന്നുമുണ്ട്. പിറ്റേ ദിവസം മതിയെ സ്കൂളിലാക്കാനായിട്ട് പോകുമ്പോൾ വീരൻ ഒരു കോൾ വരുന്നുണ്ട്. ഫുഡ് കോമ്പറ്റീഷന് പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോളായിരുന്നു അത്. അതിനവൻ പോകുന്നില്ല എന്നാണ് തീരുമാനിച്ചിരുന്നത്. കാരണം ആ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നത് കീർത്തിയുടെ മാച്ച് ഉള്ള ദിവസമായിരുന്നു. ആ മാച്ച് കാണാനായിട്ട് വീരന് പോകണമായിരുന്നു. പക്ഷെ ഒരു ദിവസമല്ലേ, അതും ഇത് ഫസ്റ്റ് സ്റ്റേജ് അല്ല അമ്മയുടെ, അത് കുഴപ്പമൊന്നുമില്ല, അച്ഛൻ എന്തായാലും ആ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കണമെന്ന് മതി അവനെ നിർബന്ധിക്കുകയാണ്. കൂടെ മീനു ടീച്ചറും വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആ ഒരു കോമ്പറ്റീഷനിൽ വിജയിക്കുമെന്ന് പ്രോമിസ് ചെയ്യാനായിട്ട് മതി വീരനോട് പറയുന്നുണ്ടെങ്കിലും പ്രോമിസ് ഒന്നും വേണ്ട, ഞാൻ പരമാവധി ശ്രമിക്കാമെന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ ഒരു ഫുഡ് കോമ്പറ്റീഷന് പോകാമെന്ന് കരുതുന്നുണ്ട്. മാച്ചിനും പോവാണ്. വീരൻ ഈ കാര്യം തന്റെ ഭാര്യയോട് ഷെയർ ചെയ്യാമെന്ന് കരുതുന്നുണ്ടെങ്കിലും മകളാണ് ഇപ്പൊ അതിനെക്കുറിച്ച് പറയണ്ട എന്നും അമ്മക്കൊരു സർപ്രൈസ് ആവട്ടെ എന്നും പറയുന്നത്. ആ ഒരു മാച്ച് അവിടെ നടക്കുന്ന സമയം വീരൻ ഇവിടെ കുക്കിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തോണ്ടിരിക്കുകയാണ്. വയ്യാതാവുകയും അവൾ ആദ്യമായിട്ട് ആ ഒരു ടൂർണമെന്റിൽ തോറ്റുപോകുകയും ചെയ്യുന്നുണ്ട്. ആ കോച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ആ ഒരു പെണ്ണിന്റെ കൂടെ മത്സരിച്ചിട്ടാണ് അവളിപ്പോ തോറ്റുപോയിരിക്കുന്നത്. മത്സരിക്കാൻ കയറുന്നതിന് മുമ്പ് എല്ലാ മത്സരാർത്ഥികളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമായിരുന്നു. അതിൽ നിന്ന് ഒരു സ്റ്റിറോയിഡ് കണ്ടെത്തുന്നുണ്ട്. ആദ്യം കീർത്തി അത് വിശ്വസിക്കുന്നില്ലെങ്കിലും പിന്നീടാണ് അവൾക്ക് മനസ്സിലാവുന്നത് ഈ ഇടയായിട്ട് തന്റെ ഭർത്താവ് തന്നോട് എന്തോ ഒളിപ്പിക്കുന്നുണ്ടെന്നുള്ള കാര്യം. വീട്ടിലേക്ക് വന്ന അവളും ആ ഒരു ബോട്ടിൽ ആ ഒരു ഭരണി തുറന്നു നോക്കുന്നുണ്ട്. അത് ടെസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് അമ്മാവന്റെ കയ്യിൽ ഏൽപ്പിക്കുവാണ്. അതിന്റെ ടെസ്റ്റ് റിസൾട്ടില് അതിൽ നിന്ന് തന്നെയാണ് സ്റ്റിറോയിഡ് കലർന്നിട്ടുള്ളതെന്ന് കീർത്തിക്ക് മനസ്സിലാവുന്നുണ്ട്. അവൾ ഇപ്പോഴാണ് ഓരോ കാര്യങ്ങളും ഓർത്തെടുക്കുന്നത്. അവളുടെ അമ്മാവനും ഭാര്യയോട് തന്നെ ഇങ്ങനെ ചെയ്തതിന്റെ പേരില് വീരനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അമ്മാവ് മാത്രമല്ല ചുറ്റുള്ള അയൽവക്കക്കാരെല്ലാവരും. ഇപ്പോഴാണ് സെക്യൂരിറ്റി വന്ന് TV നടക്കുന്ന ആ ഒരു പ്രോഗ്രാം കീർത്തിക്ക് വെച്ച് കാണിച്ചു കൊടുക്കുന്നത്. അതിൽ വീരന് ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നുണ്ട്. ആ ഒരു സന്തോഷത്തില് മീനു ടീച്ചർ അവനെ കിസ് ചെയ്യുന്നുണ്ട്. അത് ടിവിയിലൂടെ കീർത്തി കാണുന്നുണ്ടായിരുന്നു. ഈ ദേഷ്യത്തില് എല്ലാവരും അവിടെ തന്നെ ഇരിക്കുമ്പോ അവൻക്ക് കിട്ടിയ ട്രോഫിയും കൊണ്ടവൻ വന്നത് തന്റെ ഭാര്യയെ ഏൽപ്പിക്കുന്നുണ്ട്. ദേഷ്യം വന്ന അമ്മാവൻ അത് തട്ടിക്കളയാണ്. ഇവള് മത്സരിച്ചതില് ആദ്യമായിട്ടാണ് ഒരു കോമ്പറ്റീഷനിൽ അവള് തോറ്റുപോകുന്നത്. അത് മാത്രമല്ല അവളുടെ ശരീരത്തില് സ്റ്റിറോയിഡ് കലർന്നത് കൊണ്ട് തന്നെ ഇനി എത്രയോ വർഷത്തേക്ക് അവൾക്ക് മത്സരിക്കാനും പറ്റില്ലായിരുന്നു. ഇത് ടിവിയിലെ ന്യൂസിൽ കണ്ട വീരനും ഒന്നും തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ആകെ അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഭാര്യക്ക് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് നീ ഇതാണ് എന്റെ പിന്നിൽ നിന്ന് ചെയ്തിരുന്നത്, ഇനി എന്റെ മുഖത്ത് പോലും നോക്കരുതെന്നും പറഞ്ഞ് മതിയെയും വിളിച്ചുകൊണ്ട് കീർത്തി അകത്തേക്ക് പോകുന്നുണ്ട്. ആരും തന്നെ അവനെ വിശ്വസിക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. സങ്കടം സഹിക്കാൻ പറ്റാതെ കീർത്തി ഒരുപാട് കരയുന്നുണ്ട്. ഇപ്പൊ അയൽവക്കത്തുള്ള സ്ത്രീകൾ എല്ലാവരും വന്ന് കീർത്തിയെ സമാധാനിപ്പിക്കാനായിട്ട്
ആയിട്ട് ഇരിക്കുകയാണ്. അവരെല്ലാവരും വിചാരിച്ചിരുന്നത് വീരൻ അവന്റെ ഭാര്യക്ക് അത്രയും സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഭർത്താവാണെന്നായിരുന്നു. പക്ഷെ ഇടയിൽ കൂടെ അവൻ ഇങ്ങനെ ഒരു പണി ചെയ്യുമെന്ന് അവരാരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കീർത്തിയോട് അവനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാവരും കൂടി. ഇവിടെ വീരനാണെന്ന് വെച്ചാൽ അവന്റെ അമ്മാവന്റെ വീട്ടിലേക്ക് വന്നേക്കാണ്. അമ്മാവന് ശരിക്കും കീർത്തിയോട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് അറിഞ്ഞിട്ട് വലിയ സന്തോഷമാവാണ് ചെയ്തത്. നമ്മളുടെ പാരമ്പര്യത്തിൽ ഒരാളും പെണ്ണിന്റെ അടിമയായി നിൽക്കരുതെന്നും നീ ചെയ്തത് നല്ല കാര്യമാണെന്നും ആ ഒരു അമ്മാവൻ ഉപദേശിക്കുന്നുണ്ട്. അവൻ കരുതി കൂട്ടി ചെയ്തതെല്ലാം എത്ര പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും അമ്മാവൻ അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം വീട്ടിലേക്ക് വന്ന അമ്മാവന്റെ ഭാര്യ അവനക്ക് ഫുഡെല്ലാം കൊടുക്കുന്നുണ്ട്. ഒരിക്കലും നീ നിന്റെ കുട്ടിയെയും നിന്റെ ഭാര്യയെയും ഉപേക്ഷിക്കരുതെന്ന് അമ്മാവന്റെ ഭാര്യ ഉപദേശിച്ചുകൊണ്ട് തന്നെ അവൻ കീർത്തിയെ കാണാനായി ഒരു ഫ്ലാറ്റിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലാവുന്നത് അവള് പാലക്കാടുള്ള അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണെന്ന്. അത് അയൽവക്കത്തുള്ള ആ ഒരാളുടെ ഭാര്യയാണ് അവനക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ആ സ്പോട്ടിൽ തന്നെ അവളെ കാണാനായി അവൻ പാലക്കാടേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് മതിയും പാലക്കാട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അവൾ അവളുടെ അച്ഛനെ കാണാതെ വലിയ വിഷമത്തിലായിരുന്നു. അച്ഛന്റെ ബൈക്കിന്റെ സൗണ്ട് കേട്ടതും അവൾക്ക് തന്റെ അച്ഛനാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഓടി അച്ഛന്റെ അടുത്തേക്ക് എത്താനായിട്ട് പോകുമ്പോഴേക്കും നടുവിലായിട്ട് കീർത്തി വന്ന് നിന്ന് തന്റെ മകളെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അവളെ കാണാൻ പോലും ഒന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. കീർത്തിയുടെ അച്ഛന് പക്ഷെ ഇങ്ങനെ വലിയ പ്രശ്നമാക്കുന്നതിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പറഞ്ഞ് സംസാരിച്ച് തീർക്കാമെന്നാണ് ആള് പറയുന്നത്. എന്നാൽ അമ്മാവനോ ഈ പ്രശ്നം പറഞ്ഞ് തീർക്കാനൊന്നും പറ്റില്ല, ഇവിടെ ഡിവോഴ്സ് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കീർത്തിയുടെ അമ്മക്കും അത് തന്നെയായിരുന്നു താല്പര്യം. ഇങ്ങനെ വർത്താനം പറയുന്നതിന്റെ ഇടയിൽ അവന്റെ കൂടെ വന്ന സുഹൃത്തായിട്ടുള്ള വക്കീലും ഈ ഒരു അമ്മാവനും തമ്മിൽ തല്ലാവുന്നുണ്ട്. അതിനിടയിൽ അറിയാതെ വീരന്റെ കൈ അമ്മാവന്റെ മുഖത്ത് തട്ടാണ്. അമ്മാവനെ തല്ലിയെന്നും പറഞ്ഞിട്ട് എല്ലാവരും വീരനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കീർത്തി അവിടേക്ക് വരുന്നുണ്ട്. അറിയാതെ പറ്റിയതാണെന്ന് പറയുന്നുണ്ടെങ്കിലും നീ എനിക്ക് മരുന്ന് കലർത്തി തന്നതും അറിയാതെ എന്റെ അമ്മാവനെ തല്ലിയതും അറിയാതെ ഇനി അറിയാതെ നീ എന്തെല്ലാം ചെയ്യും, എന്റെ കൺമുന്നിൽ പോലും കണ്ടു പോകരുതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവനെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. ഇതെല്ലാം മതി അവിടെ സങ്കടത്തോടെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ അവൻക്ക് ആ ഒരു മരുന്ന് നൽകിയ ആ ഒരു ആയുർവേദിക് ഡോക്ടർ ഉണ്ടായിരുന്നല്ലോ, അയാൾ അന്വേഷിച്ച് ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നുണ്ടെങ്കിലും അയാൾ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യം കോച്ചിനോട് ചെന്ന് പറയുന്നുണ്ട്. കീർത്തിയുടെ കാര്യം ഇത്രയും വലിയ ന്യൂസ് ആയതുകൊണ്ട് പേടിച്ചിട്ടാണ് ആ ഒരു ഡോക്ടർ പോയതെന്നാണ് കോച്ച് പറയുന്നത്. അയാൾ നല്ലൊരു ആയുർവേദിക് ഡോക്ടർ ആണ് അത്രേ. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയതെന്ന് കോച്ചിനും അറിയില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് വീരനെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. അമ്മാവൻ പാലക്കാട് അവൻ പോയതിന്റെ പേരില് വീരനോട് വലിയ ദേഷ്യത്തിലായിരുന്നു. ഇപ്പൊ അമ്മാവന്റെ ആ ഒരു ഏരിയയില് MLA ആയിരുന്നു അമ്മാവൻ. ഇപ്രാവശ്യത്തെ ഇലക്ഷന് അമ്മാവന് നിൽക്കാൻ പറ്റില്ല, കാരണം അവിടെ വുമൻസ് ആണ് നിൽക്കേണ്ടത്. വീരന്റെ ഉപദേശം കേട്ട അമ്മാവനും തന്റെ ഭാര്യയെ ഇലക്ഷന് നിർത്തുന്നുണ്ട്. ഭാര്യ ഇലക്ഷന് ജയിച്ചാലും എല്ലാ ഡീലിങ്സും അയാൾക്ക് തന്നെ ചെയ്യാമെന്ന് വീരൻ പറഞ്ഞത് കൊണ്ടാണ് നോമിനേഷനിൽ സൈൻ ചെയ്യാനായിട്ട് ഭാര്യയെ അവൻ വിളിച്ചു വരുത്തുന്നത്. ഭാര്യക്ക് സൈൻ പോലും ചെയ്യാൻ അറിയില്ല, പഠിപ്പും വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത സ്ത്രീയാണെന്നാണ് ആ ഒരു അമ്മാവൻ കരുതിയിരിക്കുന്നത്. മതി തന്റെ അച്ഛനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ആരോടാണ് സംസാരിക്കുന്നതെന്ന് അമ്മാവൻ ചോദിക്കുമ്പോ അവള് ബുദ്ധിപരായിട്ട് അവളുടെ ഫ്രണ്ടിന്റെ പേര് ഫോണിൽ അടിച്ചു വെച്ചിരുന്നു. അതുകൊണ്ട് ഫ്രണ്ടിനോടാണെന്ന് ആ ഒരു അമ്മാവനോട് നുണ പറയാണ്. പിറ്റേ ദിവസം ലഞ്ച് ബ്രേക്കിന്റെ ടൈമില് മതിയെ കാണാനായി ആ ഒരു അച്ഛൻ വരുന്നുണ്ട്. അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് ഒന്നും അവൾക്ക് തീരെ കഴിക്കാൻ പോലും പറ്റുന്നില്ല അത്രേ. ഉപ്പ് പോലും ഇല്ലാത്ത ഭക്ഷണം. ഇഡ്ഡലി ആണെങ്കിലോ ബോള് പോലത്തെ ഇഡ്ഡലി. എന്റെ അച്ഛൻ ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആണെന്നും അമ്മ ഉണ്ടാക്കുന്നത് വായ പോലും വെക്കാൻ പറ്റില്ല എന്നുമാണ് മതി അമ്മയോട് പറയുന്നത്. മാത്രല്ല അമ്മ അവൾക്ക് കൂട്ടാനായിട്ട് പഞ്ചസാരയാണ് കൊടുക്കുന്നത്. അച്ഛൻ 2 തരം ചട്നി ഉണ്ടാക്കും, അമ്മനെ കൊണ്ട് അതൊന്നും പറ്റില്ലെന്ന് ചോദിച്ച് അവൾ അമ്മയോട് ദേഷ്യപ്പെടുന്നുണ്ട്. വേണമെങ്കിൽ കഴിച്ചിട്ട് പോകാനായിട്ട് കീർത്തി അവളെ വഴക്ക് പറയാണ്. ഈ കാര്യങ്ങളെല്ലാം വീരനോട് തന്റെ മകൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം അവൻ അവൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരാണ്. കീർത്തി ഉണ്ടാക്കിയ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് കഴിക്കാത്തതെന്ന് ചോദിക്കുമ്പോ കൂട്ടുകാരൻ ചിക്കൻ കൊണ്ടുവന്നത് കൊണ്ടാണെന്ന് അവൾ നുണ പറയാണ്. പിറ്റേ ദിവസം കീർത്തി ഉണ്ടാക്കിയ ഫുഡ് വീരൻ കഴിക്കുക. വീരൻ ഉണ്ടാക്കി കൊണ്ടുവന്ന ഫുഡ് മതി കഴിക്കുകയാണ് ചെയ്തത്. മതി അത് കഴിക്കേണ്ടെന്ന് പറയുമ്പോ അതെന്റെ ഭാര്യ ഉണ്ടാക്കിയതാ, ഞാൻ കഴിച്ചോളാന്നാണ് അവൻ പറയുന്നത്. അവൻക്ക് അവന്റെ ഭാര്യയോട് ഒരു പ്രത്യേക ഇഷ്ടമായിരുന്നു. കീർത്തിക്ക് ആ ഒരു മോളെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു. മുടി പോലും ചൊവ്വിന് കെട്ടിക്കൊടുക്കാനായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. രാത്രി മുഴുവൻ തന്റെ അച്ഛനോട് അവള് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിൽ വിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത് വരെ അച്ഛൻ അവളുടെ കൂടെ ഉണ്ടാവുമായിരുന്നു. മീനു ടീച്ചർ ചോദിക്കുന്നുണ്ട് ഡയറക്റ്റ് കീർത്തിയോട് പോയി സംസാരിച്ചൂടെ, എന്തിനാണ് സംസാരിക്കാതിരിക്കുന്നതെന്ന്. എന്നാൽ തന്റെ മകളെ കാണാനായി സ്കൂളിലേക്ക് വരുന്നുണ്ടെന്നെങ്ങാനും അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ പഠിപ്പ് വരെ നിർത്തുമെന്ന് വീരൻ അറിയാമായിരുന്നു. ഈ പ്രശ്നം എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണമെന്ന് കരുതിയ വീരനും ആ ആയുർവേദ ഡോക്ടറുടെ അടുത്ത് അടിക്കടി പോയി പരിശോധിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ MLAയുടെ സ്ഥാനത്തേക്ക് അമ്മാവിന്റെ ഭാര്യ മത്സരിച്ച് വിജയിക്കുന്നുണ്ട്. അവളെ കാണാനായിട്ട് കേന്ദ്രത്തിൽ നിന്ന് ആള് വരുന്നുണ്ട്. അവൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് കണ്ട ആ ഒരു അമ്മാവൻ ഞെട്ടിപ്പോകാണ്.
അവൾ അങ്ങനെ അമ്മാവനെ ഒരു ഹൗസ് ഹസ്ബൻഡ് ആക്കിയിട്ട് MLA ആയിട്ട് ചാർജ് എടുക്കുന്നുണ്ട്. ഒരു ദിവസം മതി അവളുടെ അച്ഛനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കീർത്തി കാണുന്നുണ്ട്. മതിയുടെ ഫ്രണ്ടിന്റെ പേരാണ് സേവ് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിലും കീർത്തി ആ ഒരു നമ്പറിലേക്ക് കോൾ ചെയ്ത് നോക്കുമ്പോ വീരനായിരുന്നു ആ ഒരു കോൾ അറ്റൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദേഷ്യം വന്ന കീർത്തി മതിയെ തല്ലുന്നുണ്ട്. നിന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് ഇഷ്ടമല്ല, ആദ്യം തന്നെ നീ എന്നെ ഡിവോഴ്സ് ചെയ്യ്, എന്റെ അച്ഛന്റെ കൂടെ വിടുന്ന് ദേഷ്യത്തോടുകൂടി മതി പറയുന്നുണ്ട്. ആ ഒരു ദേഷ്യത്തിൽ ആ ഫോൺ തന്നെ കീർത്തി തല്ലി പൊട്ടിക്കാണ്. പിറ്റേ ദിവസം സ്കൂളിലേക്ക് കീർത്തി മതിയെ കൊണ്ടുപോയി ആക്കുന്നുണ്ടെങ്കിലും മതി അവളെ ഒന്നും മൈൻഡ് ചെയ്യുന്ന പോലും ഉണ്ടായിരുന്നില്ല. അവൾക്ക് വലിയ ദേഷ്യമായിരുന്നു കീർത്തിയോട് ഉണ്ടായിരുന്നത്. അച്ഛനെ കണ്ടതും ഓടിപ്പോയി കരഞ്ഞുകൊണ്ട് അവള് കെട്ടിപ്പിടിക്കുന്നുണ്ട്. മതി ഇന്ന് വലിയ മൂടവിട്ടിലായിരുന്നു. അച്ഛനെ വിളിക്കാൻ ഉപയോഗിച്ചിരുന്ന ആ ഒരു ഫോൺ പോലും അമ്മ തല്ലി പൊട്ടിച്ചു. ഇനി അങ്ങനെ അച്ഛനോട് സംസാരിക്കാനാണെന്നുള്ള പേടിയായിരുന്നു അവൾക്ക്. അതുകൊണ്ട് തന്നെ മകളെ ഒന്ന് കൂളാക്കാൻ വേണ്ടി ഹാഫ് ഡേ ലീവ് എടുത്ത് അവനെ എവിടെയെങ്കിലും കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് മീനു ടീച്ചറോട് അനുവാദം ചോദിക്കുന്നുണ്ട്. ടീച്ചറും അനുവദിച്ചുകൊണ്ട് തന്നെ മകളെയും കൂട്ടിക്കൊണ്ട് അവൻ കറങ്ങാനായിട്ട് പോകുന്നുണ്ട്. അന്നത്തെ ഒരു ദിവസം തന്റെ അച്ഛന്റെ കൂടെ മതി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഈ സമയം ഓഫീസിൽ ഇരുന്നിട്ടും തന്റെ മകളെ തല്ലിയതിന്റെ വിഷമത്തില് കീർത്തിക്ക് ചോറ് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഉച്ചക്ക് അവളുടെ അടുത്ത് പോയി അവൾക്ക് വാരി കൊടുത്തിട്ട് തിരിച്ചു വരാമെന്ന് കീർത്തി വിചാരിക്കുന്നുണ്ട്. സ്കൂളിൽ എത്തുമ്പോഴാണ് മതി സ്കൂളിൽ വന്നിട്ടില്ല എന്നുള്ള കാര്യം കീർത്തി അറിയുന്നത്. പിന്നെ എവിടേക്കാണ് മതി പോയതെന്നുള്ള ഡൗട്ടില് പ്രിൻസിപ്പളിനെ വിളിച്ച് ചോദിക്കുമ്പോൾ ക്ലാസ് ടീച്ചർ അവിടേക്ക് വരുന്നുണ്ട്. മീനു ടീച്ചർ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നതിന് മുമ്പ് തന്നെ മതിയെയും കൂട്ടിക്കൊണ്ട് വീരൻ അവിടേക്ക് വരാണ്. ഈ ദേഷ്യത്തില് കീർത്തി ആ ഒരു സ്കൂളിലുള്ള എല്ലാവരെയും ചീത്ത പറയുന്നുണ്ട്. എന്നാ നിങ്ങൾ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തീർക്കണം, അല്ലാതെ സ്കൂളുകാരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് പ്രിൻസിപ്പൾ വരെ പറയുന്നത്. മതിയെ കൂട്ടിക്കൊണ്ടു പോവാൻ കീർത്തി നോക്കുന്നുണ്ടെങ്കിലും ഞാൻ അമ്മയുടെ കൂടെ വരുന്നില്ല, ഞാൻ അച്ഛന്റെ കൂടെ വരുന്നുള്ളൂ എന്നാണ് മതി പറയുന്നത്. ഈ ദേഷ്യത്തില് മതിയെ കീർത്തി ഒരുപാട് തല്ലുന്നുണ്ട്. മതിയെ തല്ലുന്നത് കണ്ട വീരനും പെട്ടെന്ന് കൈയെടുത്ത് അടിച്ചതും കീർത്തിയുടെ മുഖത്താണ് അടി കൊള്ളുന്നത്. അവള് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. കീർത്തി അടിച്ച വിഷമം വീരനും ഒരുപാട് ഉണ്ടായിരുന്നു. ഇപ്പൊ ശരിക്കും ആ ഒരു അമ്മാവൻ ഹൗസ് ഹസ്ബൻഡ് ആയി മാറിയിട്ടുണ്ടായിരുന്നു. വീട്ടിലാണെങ്കിൽ കീർത്തി കരഞ്ഞോണ്ടേ ഇരിക്കുകയാണ്. അവളുടെ അമ്മ കരുതുന്നത് അവളെ വീരൻ അടിച്ചതിന്റെ സങ്കടത്തിലാണ് അവൾ കരയുന്നതെന്നാണ്. പക്ഷെ അതല്ലായിരുന്നു കാര്യം. തന്റെ മകളെ താൻ അടിച്ചല്ലോ എന്നുള്ള ഒരു സങ്കടമായിരുന്നു കീർത്തിക്ക് ഉണ്ടായിരുന്നത്. ഈ സമയം അമ്മാവിന്റെ ഭാര്യ വീരനെ വിളിച്ച് ഉപദേശിക്കുന്നുണ്ട്. നിന്റെ ഭാര്യയെ അടിക്കാനുള്ള അവകാശം നിനക്കില്ല എന്നും മകളെ വളർത്താനുള്ള അവകാശം നിന്റെ ഭാര്യക്കും കൂടി ഉള്ളതാണ്. അവള് തല്ലുന്നതില് നീ തടയേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് ആ ഒരു അമ്മാവിന്റെ ഭാര്യ പറയുന്നത്. ഇപ്പൊ വീരന്റെ കൂടെയാണ് മതി നിൽക്കുന്നത്. അവൾക്ക് അവളുടെ അമ്മയെ കാണാതെ ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല. ഈ സമയത്താണ് തന്റെ അമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് റെസ്ലിംഗ് ഒറ്റക്ക് നിന്ന് പഠിച്ചതെന്നുള്ള കാര്യം അച്ഛൻ അവൾക്ക് കഥ പോലെ പറഞ്ഞു കൊടുക്കുന്നത്. അമ്മയുടെ കഷ്ടപ്പാട് കണ്ടിട്ടാണ് അച്ഛനും അതിന് കൂട്ടുനിന്നത്. മതിയെ പ്രസവിച്ചതിന് ശേഷം അവളുടെ ആ ഒരു റെസ്ലിംഗ് നിന്ന് പോകുമെന്ന് കരുതിയപ്പോൾ വീരനാണ് കീർത്തിക്ക് സപ്പോർട്ടായി നിന്നിരുന്നത്. ഒരവസരം ആ ഒരു കുട്ടിയെ വിട്ടുകൊണ്ട് ഡൽഹിയിലേക്ക് കീർത്തിക്ക് പോകേണ്ടി വരാണ്. ആ സമയത്ത് പാല് വീങ്ങി അവൾക്ക് വളരെ വേദന ഉണ്ടായിരുന്നു. കുട്ടി പാല് കിട്ടാതെ കരയുന്നും ഉണ്ടായിരുന്നു. ഈ വിഷമത്തിൽ കീർത്തി എല്ലാം ഉപേക്ഷിച്ച് വരാമെന്ന് കരുതിയപ്പോൾ വീരൻ തന്നെയാണ് മോട്ടിവേറ്റ് ചെയ്ത് അവളെ ഈ ഒരു റെസ്ലിംഗിന് അയച്ചതെല്ലാം. ഇതെല്ലാം ഒരു കഥ പോലെ തന്റെ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അമ്മയുടെ കഷ്ടപ്പാട് അവളും അറിയാണ്. ഇതേ സമയം കീർത്തിയും തന്റെ മകളെ ആലോചിച്ച് വലിയ വിഷമത്തിലായിരുന്നു. അവളുടെ മകളില്ലാതെ അവൾക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. അമ്മയുടെ കഥകളെല്ലാം അറിഞ്ഞ മതിയും ഇപ്പൊ അമ്മയെ മിസ് ചെയ്യാനായിട്ട് തുടങ്ങാണ്. മതി തീരെ മൂഡൌട്ട് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ അവൾ കുറച്ചു ദിവസമായിട്ട് സ്കൂളിൽ പോകാത്തതുകൊണ്ട് മീനു ടീച്ചറെ വിളിച്ച് കാര്യം അന്വേഷിക്കുമ്പോൾ മതിക്ക് തീരെ മൂടില്ലാന്ന് വീരൻ അവളോട് പറയുന്നുണ്ട്. കുട്ടി 4 ദിവസമായി സ്കൂളിൽ വന്നിട്ടെന്ന് അമ്മാവൻ അന്വേഷിച്ച് കീർത്തിയോട് ചെന്ന് പറഞ്ഞു കൊടുക്കാണ്. കുട്ടിയെ കിട്ടണമെങ്കിൽ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യണമെന്ന് ആ വീട്ടുകാരെല്ലാവരും പറയുമ്പോഴും അച്ഛനാണ് അതൊന്നും വേണ്ട എന്നും നേരെ വീരന്റെ അടുത്ത് പോയി കാര്യങ്ങൾ സംസാരിക്കാം എന്നും പറയുന്നത്. നീ എത്ര നിന്റെ കുട്ടിയെ മിസ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം നിന്നെയും അവര് മിസ് ചെയ്യുന്നുണ്ടാവും എന്നാണ് ആ ഒരു അച്ഛൻ പറയുന്നത്. അതും പറഞ്ഞിട്ടാണ് ഇപ്പൊ വീരനെ കാണാനായി വീരന്റെ വീട്ടിലേക്ക് അവരെല്ലാവരും കൂടി പോകുന്നത്. ഇതേ സമയം ഭയങ്കര മൂഡ് ഔട്ട് ആയിട്ടിരിക്കുന്ന മതിയെ ചിരിപ്പിക്കാനായി അവരെല്ലാവരും ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് ചിരിക്കുന്നില്ല. അങ്ങനെ ആ ഒരു ടീച്ചർ അവിടേക്ക് വരുന്നുണ്ട്. ഡയറി മിൽക്ക് കൊടുക്കുന്നുണ്ട്, ചിരിക്കുന്നില്ല. കൊടുക്കുന്നുണ്ട്, ചിരിക്കുന്നില്ല. അവസാനം ആ ഒരു ടീച്ചർ പാട്ട് വെച്ച് ഡാൻസ് കളിക്കാണ്. കൂട്ടത്തില് മതിയും കളിക്കുന്നുണ്ട്. അവരെല്ലാവരും ഹാപ്പി ആയിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡാൻസിന്റെ അവസാനം ടീച്ചറെയും മതിയെയും വീരൻ എടുത്ത് ഒക്കത്ത് വെക്കുന്നുണ്ട്. ഇതേ സമയത്താണ് വീരനെ കാണാനെത്തിയ കീർത്തിയുടെ ഫാമിലി അവിടെ എത്തുന്നത്. കീർത്തി ഇത് കണ്ട് ആകെ ഷോക്ക് ആവാണ്. കൂട്ടത്തില് കീർത്തിയുടെ അച്ഛനും അവരെല്ലാവരും കീർത്തിയെ മിസ് ചെയ്യുന്നുണ്ടാവും എന്ന് കരുതിയിട്ടാണ് അച്ഛൻ അവളെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. ഇത് കണ്ട അച്ഛനും ആകെ തകർന്നു പോവാണ്. ഈ ഡിവോഴ്സ് തന്നെ വഴിയുള്ളൂ എന്ന് കരുതി അവര് പോകുന്നുണ്ട്. ഡിവോഴ്സ് നോട്ടീസ് വീരൻ അയക്കുന്നുണ്ട്. കുട്ടിയെ അമ്മയുടെ കൂടെ വിട്ടു കൊടുക്കേണ്ടി വരുമെന്ന് അവരും വിചാരിക്കുകയാണ്. ഈ സമയത്താണ് ആ ഒരു ആയുർവേദ ഡോക്ടർ കോച്ചിനെ കാണാനായിട്ട് എത്തുന്നത്. ആക്ച്വലി ഈ ആയുർവേദ ഡോക്ടറെ വീരൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ചെയ്തത് കോച്ചാണെന്ന് അറിഞ്ഞ വീരനും ആ കോച്ചിനെ തന്നെ അവിടെ ഇട്ട് ഇടിക്കുന്നുണ്ട്. ഈ കാര്യം കീർത്തിയോട് പറയാനായി അവൻ കീർത്തിയുടെ അടുത്ത് പോകുന്നുണ്ടെങ്കിലും ഇതിനോടകം തന്നെ കോച്ച് ഒരു വീഡിയോ അയച്ചിട്ടുണ്ടായിരുന്നു. ഞാനാണ് ഇതെല്ലാം ചെയ്യണമെന്ന് ഏൽക്കണമെന്ന് പറഞ്ഞ് വീരൻ ഇവിടേക്ക് വന്നിരുന്നു എന്നും അവൻ വെറുതെ നുണ പറയുന്നതാണെന്നും ഇത് സമ്മതിക്കാത്ത കാരണം എന്നെ ഒരുപാട് തല്ലി എന്നും കീർത്തിയോട് നുണ
പറയുന്നുണ്ട്. അവൾ അത് വിശ്വസിക്കുകയാണ്. വീരൻ എന്തൊക്കെ പറയാൻ ശ്രമിച്ചിട്ടും കീർത്തി അത് വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കോടതിയിലെ ഡിവോഴ്സിന്റെ ആ ഒരു ദിവസം വരുന്നുണ്ട്. കോർട്ടിൽ ഇപ്പൊ ജഡ്ജി ആയിട്ട് വരുന്ന ആ ഒരു പെണ്ണ് വലിയ പുലിയായിരുന്നു. അവള് വെല്ലോര വാദമൊന്നും കേൾക്കാനായിട്ട് നിൽക്കില്ല. അവൾക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനം ഉണ്ടായിരുന്നു. കീർത്തി തനിക്ക് തന്റെ മകളെ വേണമെന്ന് പറയുമ്പോ മകൾ എനിക്ക് എന്റെ അച്ഛനെ വേണമെന്നാണ് പറയുന്നത്. അച്ഛനാണെങ്കിലോ എനിക്ക് എന്റെ ഭാര്യയെ വേണമെന്ന് പറഞ്ഞ് കീർത്തിയെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതെന്ത് കഥാന്ന് വക്കീലും വിചാരിക്കുകയാണ്. കീർത്തിയുടെ വക്കീല് ഇത്രയും അക്രമം ചെയ്ത ഇവൻക്ക് മരണശിക്ഷ തന്നെ കൊടുക്കണമെന്ന് പറയുമ്പോ കോടതിയിലുള്ള എല്ലാവരും ഷോക്ക് ആവാണ്. കൂട്ടത്തില് കീർത്തിയും ഷോക്ക് ആവുന്നുണ്ട്. മരണമൊന്നും കൊടുക്കണമെന്ന് അവൾക്ക് ഉണ്ടായിരുന്നില്ലേ? തന്റെ ഭാര്യയെ താൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം കോടതിയിലെ മുന്നിൽ വെച്ചിട്ട് വീരൻ പറയുന്നുണ്ട്. എന്നാൽ ഇത് തെളിയിക്കാനായി കീർത്തിയുടെ കയ്യിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അന്നത്തെ ആ ഒരു ദിവസം മീനു ടീച്ചറായിട്ട് ഡാൻസ് കളിക്കുന്ന ആ ഒരു വീഡിയോ ഇത് കണ്ട ജഡ്ജും ആകെ ഷോക്ക് ആവുന്നുണ്ട്. ജഡ്ജിന്റെ ഭർത്താവും ഇതുപോലെ തന്നെയായിരുന്നു വേറൊരു പെണ്ണുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ വെറുതെ വിടരുത്, നീ അവന്റെ കൂടെ ജീവിച്ച് അവനോട് പ്രതികാരം ചെയ്യണമെന്ന് ജഡ്ജി പറയുന്നുണ്ടെങ്കിലും കീർത്തി അതിന് സമ്മതിക്കുന്നില്ല. ഇടയില് മതി വന്നിട്ട് അവര് ഭാര്യയും ഭർത്താവും ആണെങ്കിൽ പിരിയാനുള്ള അവകാശം അവർക്ക് ഉണ്ടെന്നും, പക്ഷെ അവരിപ്പോ ഒരു അച്ഛനും അമ്മയാണ്, ഇവരുടെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് ഞാനാണ്, എനിക്ക് അവര് പിരിയണമെന്നില്ലാന്ന് ആ ഒരു മകള് പറയുന്നുണ്ട്. ഇതിനൊരു തീരുമാനം നിങ്ങൾ തന്നെ എടുക്ക്, മോളെ ആരുടെ കൂടെ വിടണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കാൻ പറഞ്ഞ് ജഡ്ജ് ടീ ബ്രേക്കിന് പോകുന്നുണ്ട്. അവരങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ അവരുടെ ആ ഒരു റെസ്ലിങ്ങിനെ കുറിച്ച് ഒരു ടോക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും കുസ്തി മത്സരിച്ച് ആരാണോ വിജയിക്കുന്നത് അവർക്ക് മകളെ കൊണ്ടുപോകാന്നുള്ളൊരു തീരുമാനം വരാണ്. തന്റെ മകള് നിർബന്ധിച്ചോണ്ട് തന്നെ വീരനും അതിന് സമ്മതിക്കുന്നുണ്ട്. ജഡ്ജ് വരുമ്പോ ഈ ഒരു തീരുമാനം ജഡ്ജിനോട് അവര് പറയുന്നുണ്ട്. ഒഫീഷ്യലായി ഇത് നടത്താനായിട്ട് പറ്റില്ല, അതുകൊണ്ട് അൺഒഫീഷ്യൽ ആയിട്ട് നമുക്കിത് നടത്താമെന്ന് ജഡ്ജും പറയാണ്. അങ്ങനെ അവര് രണ്ടുപേരും ഗുസ്തി കളിക്കേണ്ട ആ ഒരു ദിവസം വരുന്നുണ്ട്. അന്ന് ടിക്കറ്റ് വരെ വിൽക്കാണ്. ജഡ്ജും ഈ ഒരു ഗുസ്തി മത്സരം കാണാനായിട്ട് വരുന്നുണ്ട്. വീരൻ വലിയ റെസ്ലിംഗ് ഒക്കെ കളിക്കുന്ന പോലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് അവിടേക്ക് വരുന്നതെന്നുണ്ടെങ്കിലും നമ്മുടെ കീർത്തി ഇത് വലിയ മാച്ച് ആയിട്ടൊന്നും എടുക്കാതെ സാധാ സാരി ഉടുത്തിട്ടാണ് വരുന്നത്. ഈ സാരി ഉടുത്തിട്ടാണ് ഫസ്റ്റ് ടൈമില് വീരൻ അവളുടെ ഫൈറ്റ് കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവരുടെ ഫൈറ്റ് തുടങ്ങുന്നുണ്ട്. തുടക്കത്തില് കീർത്തിയെ തോൽപ്പിക്കാനായിട്ട് വീരന് പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. കീർത്തി അങ്ങനെ 19 പോയിന്റ്സ് എടുക്കുന്നുണ്ട്. വീരൻ എല്ലാത്തിലും തോറ്റു പോവാണ്. തന്റെ മകൾക്ക് അവൻ പ്രോമിസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു മത്സരത്തിൽ വിജയിക്കാമെന്ന്. അവൻ നടക്കാത്ത കാര്യങ്ങളൊന്നും ഇങ്ങനെ പ്രോമിസ് ചെയ്യാറില്ല. ഇത് നടക്കുമെന്നുള്ള ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അവൻ പ്രോമിസ് ചെയ്ത് കൊടുത്തത്. അവസാനം തന്റെ മകൾക്ക് വേണ്ടി ജയിക്കണമെന്ന് അവൻ കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കീർത്തിക്ക് ഒരു കുറവുണ്ടായിരുന്നു. അവളെ പെട്ടെന്ന് വന്ന് കിസ് ചെയ്താല് അവൾക്ക് ശരിക്കും ഞെട്ടി പോകുമായിരുന്നു. അങ്ങനെ ഓരോ ഫൈറ്റിന്റെ ഇടയിൽ അവന് കഴുത്തിലും കവിളിലൊക്കെ ആയിട്ട് ഉമ്മ കൊടുത്ത് അവളെ അടിച്ചിടുന്നുണ്ട്. അവസാനം ജയിക്കാനായി പോകുന്ന സമയത്ത് അവള് തല കറങ്ങി വീഴാണ്. കീർത്തിയുടെ അമ്മൂമ്മ വന്ന് എന്ത് പറ്റിയെന്ന് പരിശോധിക്കുമ്പോഴാണ് അവൾ പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നത്. ചെയ്യേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ടാണ് ഇപ്പൊ ഡിവോഴ്സിന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് കേസ് ഡിസ്മിസ് ചെയ്ത് ജഡ്ജി അവിടെ നിന്ന് പോകുന്നുണ്ട്. തനിക്ക് ഒരു അനിയൻ വരാൻ പോകുന്നു എന്നുള്ള സന്തോഷമായിരുന്നു മതിയുടെ മുഖത്ത്. അങ്ങനെ ആ ഒരു പ്രശ്നം തീരുന്നുണ്ട്. കുറച്ചു നാളുകൾക്ക് ശേഷം കീർത്തി പ്രസവിക്കുന്നുണ്ട്. അവർക്ക് ട്വിൻസ് ആയിരുന്നു. മതി വലിയ സന്തോഷത്തിലാണ്. ഞാൻ ഒരു അനിയനെയല്ല ചോദിച്ചേ, ഇതെന്തിനാ 2 അനിയൻ എന്നാണ് അവള് ചോദിക്കുന്നത്. ഗുസ്തിൽ എന്നെ മേരിക്കോം ആക്കാതെ ജീവിതത്തിൽ എന്നെ മേരിക്കോം ആക്കിയില്ലേന്ന് കീർത്തി വീരനോട് ചോദിക്കുന്നുണ്ട്. ആക്ച്വലി കീർത്തിയുടെ കൂടെ മത്സരിച്ച് ജയിച്ച ആ ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ, അന്ന് ആ ഒരു കോച്ച് ചതി ചെയ്തിട്ട് ആ ഒരു പെണ്ണ് തന്നെ ഡയറക്റ്റ് വന്ന് കോച്ചാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്ന് അവൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ ഭർത്താവിന്റെ നിരപരാധിത്വം അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. 1 വർഷത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും കീർത്തി ആ ഒരു റെസ്ലിങ്ങിന് ഇറങ്ങുന്നുണ്ട്. അവൾക്ക് സപ്പോർട്ടായിട്ട് അവളുടെ ഭർത്താവും 3 മക്കളും ഉണ്ടായിരുന്നു. ഇവിടെ വെച്ചിട്ടാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു മൂവി ഇഷ്ടപ്പെട്ടോ ഇല്ലേന്നൊന്ന് കമന്റ് ചെയ്തേക്കണേ. താങ്ക് യു.